അമേരിക്കയുമായുള്ള യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാൻ ചൈനയോട് അടുക്കുന്നു എന്നുള്ളതാണ്. ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈലാണ് ഇപ്പോൾ ഇറാൻ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302 ഇറാൻ വാങ്ങാനായി പദ്ധതിയിടുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മിസൈൽ വാങ്ങാനുള്ള നീക്കം ഇറാൻ ത്വരിതപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചൈനയുടെ YJ-12 മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പാണ് CM-302. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ മിസൈൽ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇറാനെ വല്ലാത്ത തോതിൽ ശക്തിപ്പെടുത്തും. നമുക്കറിയാം, അമേരിക്ക 2 പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്, പശ്ചിമേഷ്യയിലുണ്ട്. ഇതിനെ അടക്കം തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ വാങ്ങുമ്പോൾ ചൈന ഏതാണ്ട് പൂർണ്ണമായും ഈ വിഷയത്തിൽ ഇറാനൊപ്പം ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ്. ജനീവ ചർച്ച വിജയമാണോ പരാജയമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വീണ്ടും വെല്ലുവിളികൾ മുഴക്കുകയാണ് ഇരു രാജ്യങ്ങളും. അതിനിടയിലാണ് ചൈനയുമായുള്ള നീക്കം. നമുക്കറിയാം, റഷ്യയുമായി ഇറാന് ബന്ധമുണ്ട്. ചൈന കൂടി ചേരുമ്പോൾ മറ്റൊരു ശാക്തിക ചേരിയായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്, അല്ലേ? രഞ്ജിത്ത്, ജനീവ ചർച്ച ഇതുവരെ നമുക്ക് അത് വിജയമോ പരാജയമോ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അമേരിക്കയുടെ ചില ആവശ്യങ്ങൾക്ക് മേൽ ഒരു അനുകൂലമായ നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആണവ നിരായുധീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ അമേരിക്ക പറയുന്നത് പോലെ ഇറാൻ നിലപാടെടുക്കുന്നില്ല. അവിടെയാണ് ഈ യുദ്ധത്തിനുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല, അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തെത്തിയതോടുകൂടി തന്നെ റഷ്യയുമായുള്ള ബന്ധം നേരത്തെ തന്നെ ഇറാൻ ദൃഢമാക്കിയിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ചൈനയുമായുള്ള സൗഹൃദവും കൂടി ഊട്ടി ഉറപ്പിക്കുന്നത്. അതിൽ പ്രതിരോധ മേഖലയിൽ ചില ഇടപാടുകളിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302 ചൈനയിൽ നിന്ന് വാങ്ങാനുള്ള ഇറാൻ്റെ പദ്ധതി. യുദ്ധകാലാടിസ്ഥാനത്തിൽ മിസൈൽ വാങ്ങാനുള്ള നീക്കമാണ് ഇറാൻ ത്വരിതപ്പെടുത്തിയിരിക്കുന്നത്. YJ-12 മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പാണ് CM-302. ഈ കപ്പലുകൾ നമുക്കറിയാം, പടക്കപ്പലുകൾ, അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് തുടരുന്നുണ്ട്. ഈ കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ 2 പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെയാണ് US പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ മറ്റ് യുദ്ധക്കപ്പലുകളുമുണ്ട്. ഈ പ്രതിസന്ധി നേരിടുന്നതിനാണ് ഈ സൂപ്പർസോണിക് മിസൈൽ വാങ്ങാനുള്ള തീരുമാനം. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈല് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. സമുദ്രോപരിതലത്തിനോട് ചേർന്ന് അതിവേഗത്തിൽ പറക്കുന്നതിനാൽ ഈ എതിരാളികളുടെ റഡാറുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തുകയോ തടയുകയോ ചെയ്യുന്നത് അത്യന്തം പ്രയാസകരമായ കാര്യവുമാണ്. ഇറാൻ ഈ മിസൈലുകൾ സ്വന്തമാക്കുന്നത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയാകട്ടെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക താവളങ്ങളിലും അതോടൊപ്പം തന്നെ യൂറോപ്പിലെ താവളങ്ങളിലും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയാണ്. ഒരു യുദ്ധാന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതിപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. ചർച്ചകൾക്ക് മേലുള്ള സമവായം, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രം അത്തരത്തിൽ ഒരു സമാധാനാന്തരീക്ഷം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ റഷ്യയോടൊപ്പം ചേർന്ന് ഇറാൻ സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ആയുധ ഇടപാടിലേക്ക് കൂടി പോകുന്നത്. രഞ്ജിത്ത്, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും ചില ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ട്. സംഘർഷമുണ്ടായാൽ അത് മറ്റു തലത്തിലേക്ക് നീക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇറാൻ ചേരുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതടക്കം നിരവധി വിഷയങ്ങളാണ് പശ്ചിമേഷ്യ ഫേസ് ചെയ്യുന്നത്.